എന്നിട്ട് അതിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് നന്നായി വ്യത്യസ്ത ബാബുകളിട്ട് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാബു സുദ്ദുൽ അബ്വാബ ഇല്ലാ ബാബ അബീ ബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ തന്നെ ഒരു ബാബ് ഇമാം ബുഖാരി തങ്ങൾ ആ ഫളായിൽ സഹാബ കിതാബിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ ഡോറുകളും മസ്ജിദിലേക്ക് ഇമാമിന് ഖലീഫക്ക് വരാനുള്ള, ഇസ്ലാമിന്റെ നേതാവിന് വരാനുള്ള ഡോറ് അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അതിലൂടെ നിസ്കരിക്കാൻ വന്നിരുന്നത്. അങ്ങനെയുള്ള ഡോറ്, എല്ലാ ഡോറും ക്ലോസ് ചെയ്യണം, അടച്ചു പൂട്ടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഡോറ് മാത്രമേ ഓപ്പൺ ആകാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഖലീഫ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് എന്ന് തങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പഠിപ്പിക്കും വിധം അങ്ങനെ വാവിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഏറ്റവും ഫضل സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് തന്നെ വാവിട്ടിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മികവ് അന്ന് ആ വഫാത്തിനോടടുത്ത മറന്നുമൂത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ശക്തമായി മുറു അബാ ബക്രിൻ ഫൽയുസല്ലി ബിന്നാസ് എന്ന് പറഞ്ഞത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മനാഖിബിൽ ഇമാം ബുഖാരി തങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ പൊന്നു ഉപ്പയാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എന്നതിന്റെ പേരിൽ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്ത് നിന്നൊരു പരാതി വരരുത് എന്ന് വിചാരിച്ച് അപ്പോ ഈ അലിയാരുതങ്ങൾ തന്നെ, അലിയാരുതങ്ങളുടെ വീട്ടിൽ നിന്ന് അലിയാരുതങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഫضل ആർക്ക് എന്ന് മകൻ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ഇമാം ബുഖാരി തങ്ങൾ അവിടെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അലിയാരുതങ്ങളുടെ മകൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ, ഫാത്തിമ ഉമ്മ ബീവിയുടെ വഫാത്തിന് ശേഷം കല്യാണം കഴിച്ച ആ ബീവിയിലൂടെ അലിയാരുതങ്ങൾക്ക് ജനിച്ച മുഹമ്മദ് റളിയല്ലാഹു അൻഹു അവര് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം പിന്നെ ആർക്കാണ് ഫضل? അത് അബൂബക്കറിന് എന്ന് ഉമർ തങ്ങൾ പറഞ്ഞു. പിന്നെ ആർക്ക് എന്ന് ചോദിച്ചു. ഉമറിന് എന്ന് അലിയാരുതങ്ങൾ പറഞ്ഞു. എന്നിട്ട് അലിയാരുതങ്ങളെ പോലും ഇകഴ്ത്തി നിസാരപ്പെടുത്തി തള്ളിയിട്ടാണ് ഷിയാക്കൾ ആരാണ്, അലിയാരുതങ്ങളാണ് ഒന്നാമൻ എന്ന് പറഞ്ഞു വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അക്രമം ചെയ്തിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞ് അലിയാരുതങ്ങൾക്ക് നുബുവത്തും നിസാരത്തും ഇല്ലാത്തത് വാദിച്ച് ശരിക്കും അലിയാരുതങ്ങളെ മുഖത്ത് നോക്കി പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഇല്ലാ അന്നഹു ലൈസ നബിയ്യുൻ ബഅദി. ആ യുദ്ധയാത്രയിൽ അന്ന് തങ്ങൾ പോയപ്പോൾ അൻത മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ, പക്ഷേ ഇല്ലാ അന്നഹു ലൈസ നബിയ്യുൻ ബഅദി, എന്റെ ശേഷം നബിയില്ലട്ടോ എന്ന് വരെ പരസ്യമായി തങ്ങൾ പറഞ്ഞിട്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് ഇസ്ലാമിനെ തകർക്കുന്ന ഷിയാക്കൾ, ആ ഷിയാക്കളെ റദ്ദ് ചെയ്യാനും ഖവാരിയത്തിനെ റദ്ദ് ചെയ്യാനും മുഅ്തസിലത്തിന്റെ റദ്ദാകുന്നതും ഇന്നത്തെ വഹാബിസത്തിന്റെ റദ്ദാകുന്നതുമായ ഒരുപാട് ബാബുകൾ, തർജമകൾ, ഹെഡിങ്ങുകൾ തന്നെ സഹീഹുൽ ബുഖാരിയിലുള്ളത് നമുക്കൊക്കെ അറിയാം. അതെല്ലാം ഉൾക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തി ഈമാൻ പരിപൂർണമാക്കി സലാമത്താക്കി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി